ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മഞ്ഞ കളർ തണ്ണിമത്തൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമൊക്കെ നല്ല മഴ ഇവിടെ കിട്ടിയതാണ്. പക്ഷേ മഴ പെയ്യുമ്പോഴുള്ള ആ സുഖം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റും. പിറ്റേ ദിവസം രാവിലെ തൊട്ട് നല്ല വെയിലായിരിക്കും. ചൂടിനും വെയിലിനൊന്നും ഒരു കുറവില്ല കേട്ടോ. മഴ കിട്ടുമ്പോൾ കിട്ടി അത്രേ ഉള്ളൂ. അപ്പോൾ ചൂടിനെയൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ ഇതുപോലെ തണ്ണിമത്തനൊക്കെ തന്നെയാണ് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞ തണ്ണിമത്തൻ വാങ്ങിയതാണ്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മൂക്കുണ്ടായിരുന്നു, അത് മൂപ്പ് അധികമായിട്ടുണ്ടാവുക അത്ര ആയിട്ടുണ്ട്. അപ്പോൾ അതിന് കേട് കാര്യങ്ങൾ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഞാനത് അരിഞ്ഞ് കുത്തിക്കലക്കാനായിട്ട് എടുത്തതാട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഐസ് ക്യൂബ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ ചെയ്ത് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊരു ചെറിയ ഇതരിഞ്ഞിങ്ങനെ എടുക്കലൊരു ചെറിയ ജോലിയാണ്. അപ്പോൾ വൈകുന്നേരത്തെ തിരക്കിനിടയ്ക്ക് ഇതെല്ലാം കൂടി സമയം കിട്ടില്ല. അപ്പോൾ ഇത് നേരത്തെ തന്നെ അങ്ങോട്ട് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ പകൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അതങ്ങോട്ട് ചെയ്ത് വെച്ചാൽ അത് പിന്നെ ഫ്രിഡ്ജിലിരുന്നോളൂല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സമയത്തിന് എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം വരും കേട്ടോ. വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തതല്ല, അതിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഈ ചൂടത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കുത്തിക്കലക്കി റെഡിയാക്കി എടുക്കുകയാണ്. ഇതാ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ പിന്നെ അടുത്ത ജോലികൾ ചെയ്യാമല്ലോ. പിന്നെ കുറച്ച് ഉള്ളിയും സവാളയും ഒക്കെ നന്നാക്കി എടുക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ എടുത്ത് മുറത്തിലിടുമ്പോഴാണ് ഞങ്ങളൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിട്ട്. അപ്പോൾ ആ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മോള് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണാനായിട്ട് പോയതാണ്. അപ്പോൾ ഇത് ജിൽബാബിൽ നമ്മുടെ പ്രെയർ ഡ്രസ്സാട്ടോ. അപ്പോൾ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു സഞ്ചിയിലേക്ക് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അവൾക്കൊരെണ്ണം എനിക്കൊരെണ്ണം അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് നോക്കാണ്. ഇവിടെ നമുക്ക് പ്രെയറൊക്കെ ഉണ്ട് കേട്ടോ രാത്രി നോമ്പിൻ്റെ സമയത്ത്. അപ്പോൾ എല്ലാ വീട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്ത് അയൽവക്കത്തുള്ള എല്ലാവരും നമ്മുടെ വീട്ടിലാണ് വന്നത്. നമ്മളെല്ലാവരും കൂടിയാണ് പ്രെയറൊക്കെ. അപ്പോൾ സാധാരണ നമ്മുടെ പ്രെയർ ഡ്രസ്സ് വൈറ്റ് കളറാണ്. ഇപ്പോൾ ഇതെല്ലാവർക്കും ഇറങ്ങിയേക്കണത് കേട്ടോ ജിൽബാബ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളും ഓർഡർ ആക്കിയതാണ്. ഹസ്ബൻഡാണ് ഓർഡർ ആക്കിയത്. സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഞാനിത് അപ്പോൾ തന്നെ കഴുകി ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം അത് ഉണങ്ങി കിട്ടും. ഇതിനാണെങ്കിൽ ഒട്ടും കനമില്ല കേട്ടോ. ഒരു കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടും കനമില്ല. അപ്പോൾ ഒരു കാറ്റടിച്ചാൽ തന്നെ അത് വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ കൊണ്ടുപോയി കഴുകി വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി തന്നെ അത് എടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബീഫും കുറച്ച് എല്ലും ബീഫും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബീഫ് എല്ലും കപ്പയും വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ടായി. പിന്നെ ബീഫ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളും ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ തക്കാളി, പച്ചമുളക്, വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ്. അതും ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ നല്ലപോലെ തിരുമ്മിയെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് തിരുമ്മി കൂട്ടി എടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് കപ്പ നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കപ്പയും വേറൊരു കുക്കറിൽ തന്നെ വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ കപ്പയിലേക്കും വെള്ളം ഒഴിച്ച് അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഇന്ന് കുറച്ച് തരി കാച്ചിയെടുക്കാനുണ്ട്. അപ്പോൾ അതും ചെയ്യാം. അതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു വശത്ത്. പിന്നെ തരി കാച്ചാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ റവയാണ് തരി എന്ന് പറയണത്. അപ്പോൾ റവ ആവശ്യത്തിനെടുത്തിട്ട് പാലും പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സേമിയ ഇട്ടിട്ടും ചെയ്യാം. കുറച്ച് സേമിയ ഇട്ടാൽ നല്ലതാണ്. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ചവ്വരി കേട്ടോ. ഞാൻ ഇതിൽ ചവ്വരി ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് കുറുകിയ കൺസിസ്റ്റൻസി ആവണ വരെയും വെയിറ്റ് ചെയ്യാതെ ഇത് നമുക്ക് ആ റവയൊക്കെ വേവായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ചിട്ട് ഞാൻ തീ ഓഫ് ചെയ്യും കേട്ടോ. കാരണം ഇത് നമ്മളിപ്പോൾ നേരത്തെ ആണല്ലോ ഉണ്ടാക്കി വയ്ക്കുന്നത്, നമ്മൾ കഴിക്കണത് കുറേ സമയം കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇരിക്കും തോറും ഇതിങ്ങനെ കുറുകി കുറുകി വരും. അപ്പോൾ പിന്നെ നമ്മൾ കുറുകിയ കൺസിസ്റ്റൻസിയിൽ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ നേരത്തെ അതിങ്ങനെ ഒരു കട്ട പോലെ ആയിപ്പോട്ടോ. അതെനിക്കിഷ്ടമല്ല, അങ്ങനെ ലൂസായിട്ട് കുടിക്കാനായിട്ടാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഓഫ് ചെയ്തു. ഞാനത് താളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് നെയ്യിലാണ് മൂപ്പിച്ചൊഴിക്കണത്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പണ്ടൊക്കെ തരിക്കഞ്ഞി ഉണ്ടാക്കണത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ്, അതിന് സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ നേരമില്ല. പിന്നെ പണ്ടിങ്ങനെ കുറേ വിഭവങ്ങളൊന്നും ഉണ്ടാക്കണമില്ലല്ലോ. ഇതൊക്കെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കി അതൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നല്ല എഫേർട്ട് എടുത്തുണ്ടാക്കും. ഇപ്പോൾ നമുക്ക് കുറേ ചെയ്യാനുണ്ട്, സമയമില്ല. അപ്പോൾ പിന്നെ നമ്മൾ പശുവും പാലിലാണ് ചെയ്തത്. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് ഉള്ളി ബാക്കിയിരുന്നത് ഒരു ഉള്ളിവടിയാക്കി അതും സ്നാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേനും കപ്പയും എല്ലൊക്കെ വേവായിട്ടുണ്ടായി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഉള്ളി അരിഞ്ഞ് അതും പെരിഞ്ചീരകമൊക്കെ ഇട്ട് താളിച്ചതും വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും രാവിലെ അലക്കിയിട്ടതൊക്കെ ഉണങ്ങിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്.